ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊന്നല്ല, ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും കുറച്ച് നാൾക്ക് മുമ്പ് റീൽസിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു അടിപൊളി പാട്ട് നിങ്ങളെല്ലാവരും കേട്ട് കാണും. റെയിനിൻ ഒളികൾ, നമ്മളെ ഗോവിന്ദ് വസന്തയുടെ റെയിനിൻ ഒളികൾ ഒരു അടിപൊളി പാട്ടാണ്. അപ്പോൾ ആ പാട്ടിൻ്റെ യഥാർത്ഥ സിനിമ അത് ഇറങ്ങാൻ പോവുകയാണ്. ആ സിനിമയുടെ ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ആദ്യം ട്രെയിലർ ഒന്ന് കാണാം അല്ലേ? നേരെ ട്രെയിലറിലോട്ട് പോവാം. அசோக் செல்வன், சாந்தனு. இந்த வாட்டி கண்டிப்பா கிரிக்கெட் மேட்ச் இருந்தே ஆகும். ஸ்போர்ட்ஸ்னு ஒன்று இருந்தால் அதான் ஏன் டிசிப்ளின் இருக்கும். ஆரஞ்சு எந்த நேரமும் கிரிக்கெட்டு கிரிக்கெட்டுன்னு. டேய், நான் கிழி சோத்துல ஒட்டினே கிரிக்கெட் பாரு. டேய், அந்த பேட்டை ஒரு நாள் ஒட்டி அடுப்புல வைக்கல, நான் ஆண்டவர் புள்ளையில பாத்துக்க. பேட்ஸ்மேன் பவுலர் விட எனக்கு இந்த ஆல்ரவுண்டர் தான்டா ரொம்ப பிடிக்கும். நான் ஆல்ரவுண்டர் தான் நந்தி. அதனால தான்டா எனக்கு உன்னை ரொம்ப பிடிக்கும் மயிரு. ஏய், ഹെൽപ്പിന്റെ കാന്താരിയാണെന്ന് തോന്നുന്നു. ഈ പാട്ടാണ് ഞാൻ പറഞ്ഞത്. இந்த கிரிக்கெட்டா வந்து சோறு போட போகுது. நல்லா விளையாடனா போடும். கூலிக்கு கரியல்றவன் புள்ள உள்ளே அதிகாரியா வந்தா நமக்கு பெருமை தானே. ஆசை அமைச்ச செலெக்ஷன்ல நான் அசிங்கப்பட்டதும். நம்மள ஏதாவது ஒன்று அழ வைக்குதுன்னு வச்சுக்கேன், அதுக்கு நம்ம உண்மையா இருக்கும்னு அர்த்தம்டா. அவனுங்க என்ன அவ்வளோ பெரிய பிளேயர்ஸா? நீ ஆடுற ஆட்டத்துக்கு முன்னாடி எல்லாம் அவனுங்க எல்லாம் ஒண்ணுமே இல்லை தெரியுமா? இனிமே நம்ம முன்னாடியே வர மாட்டாங்க பாரு. உன் திறமைக்கு உன்னை அள்ளிப்பாங்கடா. போய் யாருனேனா யாருக்கிட்ட தோத்தோன்னு பார்க்கக்கூடாது, ஏன் தோத்தோன்னு பார்க்கணும். இங்க வந்து ஆடுறதுக்கு உங்களுக்குலாம் ஒரு தகுதி வேணும்டா. போடா வெல்ல. ரஞ்சிதனா, விட்டானா? இது ஒரு வாய்ப்பு, உற்றக்கூடாது. ഓ, ധോണി എല്ലാവരും ഉണ്ട്. அடிச்சு ஜெயிங்கடா. 25 ജനുവരി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിലർ. അപ്പോൾ രണ്ടുപേർ, അശോക് സെൽവരാജ് ആൻഡ് ശാന്തനു എന്ന രണ്ട് ക്യാരക്ടേഴ്സ്. അപ്പോൾ അവർ തമ്മിലുള്ള എന്താ പറയുക, ക്രിക്കറ്റ് മാച്ചിലെ ആ ഒരു ക്ലാഷ്, പിന്നെ എന്താ പറയുക, അവരുടെ എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മളെ പണ്ട് കളിക്കുമ്പോൾ ഈ ബാറ്റ് ഈവൻ മടൽ വെട്ടി കളിക്കുമ്പോൾ പോലും ആ ലൈക്ക് അതെല്ലാം നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ട് ആ ഒരു വിഷമവും എല്ലാം കാണിക്കുന്നുണ്ട്. ഇത് എസ് ജയകുമാറിന്റെ ഫസ്റ്റ് ഡെബ്യൂട്ടൽ ഡയറക്ഷൻ മൂവിയാണ്. ആൻഡ് ഇത് മ്യൂസിക് ഡയറക്ടർ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ആൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഗോവിന്ദ് വസന്ത, ഗോവിന്ദ് മേനോന്റെ പടമാണ്. യെസ്, അത് ലൈക്ക് പുള്ളി സൂപ്പറായിട്ട് ഇതിൽ BGM എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൽ വേറെ പറയാനായിട്ട് തമിഴ് അഴകരാജ്, പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പുള്ളി അസോസിയേറ്റ് ആയിരുന്നു, ഇപ്പോഴാണ് ഡയറക്ടറായത്. ഐ മീൻ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ആയിരുന്നു. സോ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ എന്താ പറയുക, നമ്മളെ അശോക് സെൽവരാജിൻ്റെ ഭാര്യ അല്ലെങ്കിൽ കാമുകി അല്ലെങ്കിൽ പാർട്ട്ണറാണ് ഇതിലെ നായിക. കീർത്തിയാണ് ഇതിലെ നായിക. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ കാണാം. പിന്നെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ് ആൻഡ് ഇറ്റ്സ് എ സ്പോർട്സ് മൂവി. എല്ലാം കൊണ്ട് ഒരു മിക്സഡ് ആണ്. നൈസ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ രഞ്ജിത്തിൻ്റെ പ്രൊഡക്ഷനാണ്. വെറുതെ രഞ്ജിത്ത് ഒരു ഫിലിം എടുക്കത്തില്ലല്ലോ, എന്താണ് ചെയ്തു വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അശോക് സെൽവരാജ്, ശാന്തനു എന്നുള്ളൊരു കൂട്ടുകെട്ട് കാണാം. കീർത്തി, അശോക് സെൽവരാജ് എന്നുള്ള കൂട്ടുകെട്ട് കാണാം. ആൻഡ് എസ് ജയകുമാർ എന്നുള്ളൊരു പുതിയൊരു ഡയറക്ടർ, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ എസ് ജയകുമാർ ആണ്. അപ്പോൾ അതും എന്താണെന്ന് നമ്മൾ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഗൈസ്. വേറെ ഒന്നും ഈ സിനിമയെ കുറിച്ച് പറയാനില്ല. ബ്ലൂ സ്റ്റാർ. താങ്ക് യു സോ മച്ച് ഗൈസ്.